5 വർഷത്തിനിടെ 12 പാലങ്ങൾ. തരൂരിൽ വികസന കുതിപ്പിൽ പി സുമോദ് എം.എൽ.എ. ഗായത്രി പുഴയ്ക്ക് കുറുകെ 9 കോടിയിൽ പുത്തൻ പാലം. തരൂർ കാവശ്ശേരി പഞ്ചായത്തുകളിലേക്ക് ഇനി സുഗമമായ യാത്ര. മഴക്കാലത്ത് പാലത്തിൽ വെള്ളം കയറി തരൂർ കുരുത്തിക്കോട് പ്രദേശം ഒറ്റപ്പെട്ടിരുന്ന പ്രശ്നം ഇനിയുണ്ടാകില്ല. വർഷക്കാലത്ത് പതിവായി മുങ്ങിയിരുന്ന ഉയരം കുറഞ്ഞ പഴയ പാലം പൊളിച്ച പുതിയ പാലം നിർമ്മാണം പൂർത്തിയാകുകയാണ്. തരൂർ കുരുത്തിക്കോട് പാലം ശനിയാഴ്ച താൽക്കാലികമായി ഗതാഗതത്തിന് തുറക്കുമെന്ന് പി സുമോദ് എം.എൽ.എ. അറിയിച്ചു. തരൂർ കാവശ്ശേരി ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച ഗായത്രിപ്പുഴയുടെ കുറുകെയുള്ള പാലം സംസ്ഥാന ബജറ്റിൽ നിന്ന് അനുവദിച്ച 9 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. പാലം പണിയുന്നതിനാൽ വടക്കഞ്ചേരി, കണ്ണമ്പ്ര, പുതുക്കോട്, മണപ്പാടം, പ്ലാഴി, പഴയന്നൂർ ഭാഗങ്ങളിൽ നിന്ന് പഴമ്പാലക്കോട്ടേക്കും മണപ്പാടം, പുതുക്കോട്, കണ്ണമ്പ്ര, വടക്കാഞ്ചേരി ഭാഗത്തേക്കുമുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. തോണിക്കടവ്, പ്ലാഴി ഭാഗത്തു നിന്ന് പഴമ്പാലക്കോട് സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികളാണ് ഏറെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നത്. പാലം തുറക്കുന്നതോടെ ഇതിന് പരിഹാരമാകും. തോണിക്കടവ് പാലം കടന്നാൽ ഒറ്റപ്പാലം, തിരുവില്ലാമല എന്നിവിടങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനും യാത്ര സുഗമമാകും. PMBC ടാറിങ്ങിന് മുന്നോടിയായി വൈറ്റ് മിക്സ് ഇട്ടതിനു ശേഷമാണ് ശനിയാഴ്ച പാലം തുറക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷം ടാർ ചെയ്യും. ഔദ്യോഗികമായ ഉദ്ഘാടനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാകും. 11 മീറ്റർ വീതിയും 110 മീറ്റർ നീളത്തിലും നിർമ്മിച്ച പാലത്തിന്റെ ഇരുവശവും നടപ്പാതയുണ്ട്. 110 മീറ്റർ അനുബന്ധ പാതയും നിർമ്മിച്ചിട്ടുണ്ട്. 5 വർഷത്തിനിടെ തരൂർ നിയോജക മണ്ഡലത്തിൽ 12 പാലങ്ങൾ നിർമ്മിച്ചതായി MLA വ്യക്തമാക്കി. കുരുത്തിക്കോട് പാലം, മംഗലം പാലം, തെന്നിലാപുരം പാലം, അരങ്ങാട്ടുകടവ് പാലം, കൊളയക്കാട് പാലം, മണിയമ്പാറ പാലം, പത്തനാപുരം പാലം, ചിമ്മിനിപ്പാലം, തോട്ടക്കര പാലം, കല്ലേരി, ചെല്ലിപ്പറമ്പ് പാലം എന്നിവയാണിത്. പുത്തനൂർ ചിറക്കോട് പാലത്തിന്റെ പണി ഫെബ്രുവരിയിൽ ആരംഭിക്കുമെന്നും പുതുക്കോട് തെക്കേപ്പറ്റ പാലത്തിന്റെ ദർഗാസ് നടപടികൾ ആരംഭിച്ചുവെന്നും MLA വ്യക്തമാക്കി.